വിശുദ്ധ യൗസേ പിതാവിനോടുള്ള സമർപ്പണം. ഒന്നാം ദിവസം. സ്വർഗപിതാവിൻ്റെ നിഴലായ വിശുദ്ധ യൗസേപ്പ്. റോമ 8:15. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ധ്യാനം. സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ഒരു പിതാവിൻ്റെ സംരക്ഷണം ചേർത്ത് വയ്ക്കുവാനും സ്നേഹനിധിയായ ആ സ്വർഗീയ പിതാവ് മറന്നില്ല. മറിയത്തിൻ്റെ കരം പിടിച്ച് ഈശോ സഞ്ചരിച്ചതുപോലെ ഭൗമിക ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ജോസഫിൻ്റെ കരം പിടിച്ചും അവൻ നടക്കണമെന്ന് പിതാവ് നിശ്ചയിച്ചു. മറിയത്തെ ഈശോയുടെ അമ്മയായി നൽകിയതുപോലെ ജോസഫിനെ അപ്പനായി നൽകിയ നല്ല ദൈവം. ഈശോ ഈ അപ്പനെ നന്നായി സ്നേഹിച്ചു, കാര്യമായി അനുസരിച്ചു, ശ്രേഷ്ഠമായി അനുകരിച്ചു. ജോസഫിൻ്റെ മകൻ എന്നറിയപ്പെടുന്നതിൽ ഈശോയ്ക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. തന്നെ മനോഹരമായി വളർത്തിയ അപ്പനെ നമുക്ക് തരാനും ഈശോയ്ക്ക് ഇഷ്ടമാണ്. അധികാരത്തോടും സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ തൻ്റെ ദൗത്യം നിർവഹിച്ച വിശുദ്ധ യൗസേപ്പിനെ അപ്പ എന്ന് വിളിക്കുന്നതിൽ ദൈവപുത്രനായ ഈശോയ്ക്ക് വലിയ സന്തോഷമായിരുന്നു. എത്രയോ പ്രാവശ്യം എന്തെല്ലാം ആവശ്യങ്ങൾക്കായി അപ്പ എന്ന് വിളിച്ച് ഈശോ ജോസഫിനെ സമീപിച്ചിരിക്കും. ആ കൈകളിൽ എത്രയോ പ്രാവശ്യം അഭയം കണ്ടിരിക്കും. പൈതലായ യേശുവിൻ്റെ നാവിൽ സ്വർഗത്തിലെ അബ്ബായുടെ നാമരൂപം പകർന്നു നൽകാനും ആ കൈകളിൽ പിതൃക്കരത്തിൻ്റെ ഊഷ്മളത കോരിയിടാനും ജോസഫിന് കഴിഞ്ഞിരുന്നു. ഭൗമിക പിതാവായ ജോസഫ് സ്വർഗപിതാവിൻ്റെ സ്നേഹത്തിലും കരുണയിലും മകനെ വളർത്തി വലുതാക്കി. ശരിയാണ്, ദൈവമെന്ന നിലയിൽ അവിടുത്തേക്ക് ഇങ്ങനെയൊരു അപ്പൻ്റെ ആവശ്യമില്ല. എന്നാൽ മനുഷ്യപ്രകൃതം സ്വീകരിച്ച ദൈവകുമാരന് ഒരാത്മീയ പിതാവ് ആവശ്യമാണ്. ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യനെന്ന നിലയിൽ വളരാൻ സഹായിക്കുന്ന സ്വർഗപിതാവിൻ്റെ നിഴലായ ഒരു പിതാവ്. അതാണ് ജോസഫ്. ജന്മം നൽകിയ മാത്രമല്ലല്ലോ ഒരാൾ അപ്പനാകുന്നത്, കർമ്മം ചെയ്തുകൊണ്ടുമല്ലേ. അവതരിച്ച വചനത്തെ വളർത്തുവാൻ ജോസഫിനെ തിരഞ്ഞെടുത്ത ദൈവം എത്രയോ മഹോന്നതൻ. പിതാക്കന്മാർ ജനിക്കുകയല്ല, സൃഷ്ടിക്കപ്പെടുകയാണ്. ഒരു കുഞ്ഞിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോഴെല്ലാം ഒരു വിധത്തിൽ അയാൾ പിതാവായി മാറുകയാണ്. നമ്മിൽ നിന്നും യേശുവിനെ പോലുള്ള മക്കൾ പുറത്തു വരാൻ യൗസേപ്പിനെ പോലുള്ള ഒരപ്പൻ നമുക്ക് വേണം. യഥാസമയം നസ്രത്തിൽ പിതാവിനെ സഹായിച്ചും സ്നേഹിച്ചും വളർന്ന മകനായിരുന്നു ഈശോ. ഈ അപ്പനിൽ യഥാർത്ഥ പിതാവിൻ്റെ സ്നേഹം ദർശിച്ച ഈശോ നമ്മെയും വിശുദ്ധ യൗസേപ്പിൻ്റെ പിതൃസ്നേഹത്തിന് ഭരമേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ വളർത്തിയിടത്തോളം വിശുദ്ധമായൊരു പിതൃക്കരം ഈ ഭൂമിയിൽ ഉണ്ടാകില്ലല്ലോ. ഈശോയെ വളർത്താൻ ഭാഗ്യം സിദ്ധിച്ച വിശുദ്ധ യൗസേപ്പേ, നീ എത്രയോ ഭാഗ്യവാൻ. നിന്നിലെ പിതൃസ്നേഹം എന്നിലെ വൈകല്യങ്ങളെ തുടച്ചു മാറ്റട്ടെ. പ്രാർത്ഥന. പിതാക്കന്മാരുടെ മുഴുവൻ മാതൃകയായ ജോസഫിൽ ഈശോയെ ഭരമേൽപ്പിച്ച സ്വർഗപിതാവേ, ഭൗമിക യാത്രയിൽ എൻ്റെ ആത്മീയ പിതാവായി വിശുദ്ധ യൗസേപ്പിനെ നിയോഗിക്കണമേ. ആമേൻ.